നമസ്കാരം, ഞാൻ ബിന്ദു ടീച്ചർ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മലയാള പാഠഭാഗങ്ങളുടെ വിശദീകരണങ്ങളും ചോദ്യോത്തരങ്ങളുമാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. സഹപാഠികൾക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. 10ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റിലേക്കാണ് നമ്മളിന്ന് കിടക്കുന്നത്. യൂണിറ്റിൻ്റെ പേര് വിസ്തൃത ലോകവിധാനത്തിൽ. എല്ലാ കാലവും മനുഷ്യൻ പ്രകൃതിയുമായി വളരെ ഇണങ്ങിയാണ് ജീവിച്ചു പോന്നിട്ടുള്ളത്. എന്നാൽ വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ഈ മനോഭാവത്തിന് വലിയൊരു വ്യത്യാസം സംഭവിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ്റെ സ്വാർത്ഥതയും അത്യാഗ്രഹവും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നെത്തി നിൽക്കുകയാണ്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും പാരിസ്ഥിതിക സ്നേഹം കാപട്യമായി മാറുന്നതിനെക്കുറിച്ചും അതുപോലെ പ്രകൃതിക്ക് തെളിയാതിരിക്കാനാവില്ല എന്ന പ്രത്യാശ നൽകുന്നതുമായ 3 പാഠങ്ങളാണ് നമ്മുടെ ഈ യൂണിറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ യൂണിറ്റിൻ്റെ ആദ്യം തന്നിരിക്കുന്ന പ്രവേശകത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇപ്രകാരമാണ് നൽകിയിരിക്കുന്നത്: മലിനീകരണമുക്തമായ ശുദ്ധവും ഹരിതാഭവുമായ ഒരു പരിസ്ഥിതി സാക്ഷാത്കരിക്കാൻ സുസ്ഥിര വികസനം പ്രാപ്തമാക്കുന്നു. പ്രചോദിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ APJ അബ്ദുൽ കലാം. നമുക്ക് APJ അബ്ദുൽ കലാമിനെ കുറിച്ച് നമുക്ക് അറിയാം എല്ലാവർക്കും. അദ്ദേഹം നമ്മുടെ രാഷ്ട്രപതിയായിരുന്നു, 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. നമ്മുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ജനിച്ചത് തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ്. 1931 അദ്ദേഹത്തിൻ്റെ ജനനം. ഒപ്പം തന്നെ അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ എന്നതിൽ ഉപരിയായി അദ്ദേഹം ഒരു മികച്ച പ്രഭാഷകനും അധ്യാപകനും ഒക്കെ ആയിരുന്നു. കുട്ടികളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. കുട്ടികളുമായി സംവദിക്കുന്നതിന് എല്ലായ്പ്പോഴും അദ്ദേഹം സന്തോഷം കണ്ടെത്തിയിരുന്നു. അദ്ദേഹം ഒരു മികച്ച ശാസ്ത്രജ്ഞൻ എന്നതോടൊപ്പം തന്നെ രാഷ്ട്രത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ ധാരണകളുള്ള, കാഴ്ചപ്പാടുകളുള്ള ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ എൻ്റെ ജീവിതയാത്ര, അഗ്നിച്ചിറകുകൾ, പ്രചോദിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ, വിടരേണ്ട പൂമുട്ടുകൾ, യുവത്വം കൊതിക്കുന്ന ഇന്ത്യ, രാഷ്ട്രവിഭാവനം എന്നിവയാണ്. 2015 അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രചോദിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ എന്ന ഗ്രന്ഥത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ നൽകിയിരിക്കുന്ന മലിനീകരണമുക്തമായ, മലിനീകരണത്തിൽ നിന്നും മോചിക്കപ്പെട്ട ശുദ്ധവും ഹരിതാഭവുമായ പച്ചപ്പ് നിറഞ്ഞ ഒരു പരിസ്ഥിതി സാക്ഷാത്കരിക്കാൻ സുസ്ഥിര വികസനം പ്രാപ്തമാക്കുന്നു. സ്ഥിരമായ ഒരു വികസനം പ്രാപ്തമാക്കുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് വികസനത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾ എന്തായിരിക്കണം, പ്രഭാഷണ ഭാഗത്തെ മുൻനിർത്തി നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് വികസനം, അല്ലെങ്കിൽ എന്തായിരിക്കണം വികസനം, അതിൻ്റെ ശാസ്ത്രീയമായ രീതി എന്തായിരിക്കണം? നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി നിന്നുകൊണ്ടുള്ള വികസനമായിരിക്കണം തീർച്ചയായും നമ്മൾ സ്വീകരിക്കേണ്ടത്. നമുക്ക് ചുറ്റുപാടുമുള്ള നമ്മുടെ പ്രകൃതി അതിൻ്റെ അമൂല്യമായ സംഭാവനകൾ അല്ലെങ്കിൽ അമൂല്യമായ സമ്പത്തുകൾ നഷ്ടപ്പെടുത്താതെ വേണം നമ്മുടെ രാജ്യത്തിന് ഓരോ വികസനവും നമുക്ക് പ്രാപ്തമാക്കാൻ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഈ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്നത് ഇന്ന് മനുഷ്യൻ്റെ ഒരു ലഹരിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം പരമാവധി നിയന്ത്രിച്ചുകൊണ്ടും അതേപോലെ തന്നെയുള്ള പാരിസ്ഥിതിക ആഘാതങ്ങൾ കുറച്ചുകൊണ്ടുമുള്ള വികസനത്തിലൂടെ മാത്രമേ ഒരു സുസ്ഥിര വികസനം കൈവരിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സാമ്പത്തികമായ വളർച്ചയോ സാമൂഹികമായ വികസനമോ എന്തിനു വേണ്ടിയായാലും നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് വേണ്ടി മാത്രമായിരിക്കരുത്. ഇന്ന് ജീവിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല, വരും തലമുറയ്ക്ക് കൂടി പ്രയോജനപ്രദമായിരിക്കണം എന്നുള്ളത് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജൈവ സമ്പത്ത്, അതിൻ്റെ പുനരുജ്ജീവനം, അതുപോലെ വനങ്ങളുടെ സംരക്ഷണം, ഇതൊക്കെയും നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിനും സുസ്ഥിര വികസനം പ്രാപ്തമാക്കുന്നതിനും വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ പാഠഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അവിടെ ഒരു വാചകം ഇപ്രകാരം തന്നിട്ടുണ്ട്: വെളിച്ചത്താൽ വരയ്ക്കുന്ന ചിത്രങ്ങളാണ് ഭൂമിയിലെ തണലുകൾ, ഇലകൾ കാറ്റായി തഴുകുന്നു. അതായത് വെളിച്ചം അടിച്ച് ഈ മരങ്ങളിലേക്ക്, വൃക്ഷങ്ങളിലേക്ക് വെളിച്ചം വീശുമ്പോഴാണല്ലോ അവിടെ
നിഴലുകളും തണലുകളും ഒക്കെ ഉണ്ടാവുന്നത്. വൃക്ഷങ്ങൾ ഉണ്ടെങ്കിലേ തണലുകളുള്ളൂ. ഇവിടെ മണ്ണും മനുഷ്യനും എന്ന ഈ കഥ നിങ്ങളെ എനിക്കറിയാം കഥാസമാഹാരത്തിൽ നിന്നുള്ള ടി പത്മനാഭൻ്റെ ഒരു കഥയാണ്. ടി പത്മനാഭൻ മലയാളത്തിലെ പ്രശസ്തനായ ഒരു ചെറുകഥാകൃത്തും കൂടെയാണ്. അപ്പോൾ ആ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ആവിഷ്കരിക്കുന്ന ഒരു കഥയാണ് ഇത്. നമുക്ക് കഥയിലേക്ക് കടക്കാം. മറയാൻ പോകുന്ന സൂര്യൻ വൃക്ഷത്തലപ്പുകളിൽ മഞ്ഞയും ചുവപ്പുമൊക്കെ വാരി വിതറുന്നതും നോക്കി ഞാനിരുന്നു. പതിവ് പോലെ എൻ്റെ മടിയിൽ പഴയ ഒരു കവിതാ പുസ്തകവും ഉണ്ടായിരുന്നു. പുസ്തകം ഉണ്ടായിരുന്നെങ്കിലും ഞാനത് വായിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ശീലത്തിന് അത് എടുത്തു എന്നേ ഉണ്ടായിരുന്നുള്ളൂ. വായിച്ച് എല്ലാം മനഃപ്പാഠമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കവി. അദ്ദേഹത്തിൻ്റെ വരികൾ മനസ്സിൽ മുറുകിയ ഒരു കമ്പി ആരോ പതുക്കെ മീട്ടുന്നത് പോലെ ഞാൻ മൂളുന്നുണ്ടായിരുന്നു. ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. വീണ്ടും വീണ്ടും എൻ്റെ എൻ്റെ കവിയുടെ വരികൾ ഞാൻ ഉരുവിട്ടുകൊണ്ടിരുന്നു. പൂക്കുന്നിതാ മുല്ല, പൂക്കുന്ന ശോകം, പൂക്കുന്നു തേന്മാവ്, പൂക്കുന്നിലഞ്ഞി. ഇത് കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിലെ പൂക്കാലം എന്ന കവിതയിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കവി ആരാണെന്ന് നമുക്ക് വ്യക്തമാണല്ലോ. കുമാരനാശാനാണ് നമ്മുടെ കഥാകൃത്തിൻ്റെ പ്രിയപ്പെട്ട കവി. അന്തിവെളിച്ചം പൂർണ്ണമായും മറയാൻ പോവുകയായിരുന്നുവെങ്കിലും അപ്പോഴും എൻ്റെ പറമ്പിൻ്റെ പടിഞ്ഞാറുള്ള വലിയ മരങ്ങളും വള്ളികളും അവയിലെ പൂക്കളും എനിക്ക് കാണാമായിരുന്നു. ഞാനിവിടെ വരുമ്പോൾ അന്ന് കൊച്ചിയിലെ എൻ്റെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോഴാണ് ഈ സ്ഥലം മുഴുവൻ ഒരു വലിയ കാട് പോലെയായിരുന്നു. എനിക്ക് തൃപ്തിയായി. കുണ്ടും കൊഴിയുമൊന്നുമില്ലാതെ സമനിരപ്പായ സ്ഥലം. ഇഹമേ നിഭൃത പ്രശാന്തം ഈ ഉലകാഹന്ത നിസർഗസുന്ദരം. ഈ പ്രദേശം ശാന്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. ഈ ഭൂമി നിസർഗസുന്ദരമാണ്, നൈസർഗികമായി സൗന്ദര്യമുള്ളതാണ്. ഇവിടുത്തെ വലിയ ഒരു വീട്ടുകാരുടേതായിരുന്നു ഈ സ്ഥലമൊക്കെ. ഭൂമി വിറ്റ് ജീവിക്കേണ്ട ആവശ്യമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും എൻ്റെ ആവശ്യം കേട്ടപ്പോൾ അവർ വിസമ്മതമൊന്നും കാട്ടിയില്ല, വലിയ കാശും വാങ്ങിയില്ല. അങ്ങനെ ഇവിടുത്തെ ആദ്യത്തെ കുടിയേറ്റക്കാരനായി ഞാൻ. മെയിൻ റോഡിൽ നിന്നും 10 മിനിറ്റ് നടന്നാൽ ഇവിടെ എത്താം. നഗരത്തിൻ്റെ ശബ്ദമോ ബഹളമോ ഒന്നുമില്ല, തികച്ചും ശാന്തം. ഇതായിരുന്നു ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം. എനിക്കു ശേഷം വേറെയും ആൾക്കാർ വന്നു. ചെറുതും വലുതുമായ വീടുകൾ ഇവിടെ പൊന്തി. പക്ഷേ എന്നെ ഏറ്റവും അമ്പരപ്പിച്ചത് എൻ്റെ അയൽപക്കത്തെ വീടായിരുന്നു. അതൊരു വീടായിരുന്നില്ല, വലിയൊരു ബംഗ്ലാവ് അല്ലെങ്കിൽ ഒരു കൊട്ടാരം തന്നെ ആയിരുന്നു. എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീട്? പക്ഷെ അത് തീരുമാനിക്കേണ്ടത് വീട് വയ്ക്കുന്ന ആളാണല്ലോ. വീട് വയ്ക്കുന്ന ആളെക്കുറിച്ച് പറയുമ്പോൾ ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് അധികമൊന്നും അറിയുമായിരുന്നില്ല. ആകെ അറിഞ്ഞത് ഇത്ര മാത്രമായിരുന്നു. അകലെ എവിടെയോ ഉള്ള ആളാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഗൾഫിൽ പോയി ധാരാളം കാശുണ്ടാക്കി. ഇപ്പോൾ ഒന്നിലധികം രാജ്യങ്ങളിൽ സ്വന്തമായ ബിസിനസ്സുണ്ട്. ഭാര്യ നേരത്തെ മരിച്ചുപോയി. മക്കൾ 2 പേർ അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നു. പേര് ഒരു KU നായർ. അത് ഉണ്ണികൃഷ്ണനാകാം, ഉമാനാഥനാകാം, ഉണ്ണീരിക്കുട്ടിയാകാം. തിട്ടമായി ആർക്കും അറിയില്ല, കൃത്യമായിട്ട് ആർക്കും അറിയില്ല. അദ്ദേഹം വീട് വെച്ചതിനെക്കുറിച്ച് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. കണ്ണടച്ച് തുറക്കുന്നതിനിടയിലാണ് പണി പൂർത്തിയായത്. അറബിക്കഥയിലെ രാജകുമാരന് ഭൂതം മണിമാളിക പണിത് കൊടുത്തതുപോലെ ഭൂതത്തിന് ഒരു രാവ് മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഏതാനും ആഴ്ചകൾ വേണ്ടി വന്നു എന്ന വ്യത്യാസമുണ്ട്. പിന്നെ ഭൂതങ്ങൾക്ക് പകരം എഞ്ചിനീയർമാർ, ഓവർസിയർമാർ, ജോലിക്കാർ, യന്ത്രങ്ങൾ, എന്തൊരു ഘോഷമായിരുന്നു. എന്നിട്ട് ഇങ്ങനെയൊരു വീട് ഇവിടെ എടുത്തിട്ട് കൊല്ലത്തിൽ എത്ര ദിവസമാണ് അദ്ദേഹം? 1 or 2 ആഴ്ചകൾ. അമേരിക്കയിലെ മക്കൾക്ക് ഇവിടെ വന്ന് താമസിക്കുന്ന ആരും കണ്ടിട്ടില്ല. അവർക്ക് അവരുടേതായ തിരക്കുകൾ ഉണ്ടായിരിക്കുമല്ലോ. എങ്കിലും വീട് ഒരിക്കലും പൂട്ടിക്കിടന്നിരുന്നില്ല. ഒരു കെയർടേക്കർ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം അവിടെ താമസിക്കാൻ വന്നപ്പോഴൊക്കെ ടൗണിലെ മുന്തിയ ഹോട്ടലിൽ നിന്ന് ഒരു ബട്ട്ലറും വന്നു, ഒരു പാചകക്കാരൻ. മഞ്ഞു വീഴാൻ തുടങ്ങുന്നതിന് മുൻപായി ഞാൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. രാത്രി ഭക്ഷണം തയ്യാറാക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ അത് ബുദ്ധിമുട്ടുള്ള ഒരു പണിയായിരുന്നില്ല. ജൈവവളം മാത്രം ഉപയോഗിച്ച് കീടനാശിനികളൊന്നും തളിക്കാതെ എൻ്റെ ചങ്ങാതി കുഞ്ഞിക്കണ്ണൻ തമിഴ്നാട്ടിലെ ഊത്തുകോട്ടയിൽ കൃഷിയിടത്തിൽ ഉണ്ടാക്കുന്ന മേത്തരം ബാപട്ല അരിയുണ്ട്. മിനിറ്റുകൾ കൊണ്ട് അരി വെന്തൊന്നാന്തരം ചോറാകും. പിന്നെ മഞ്ചേരിയിൽ നിന്ന് മേനോൻ കൊടുത്തയച്ച ഒന്നാന്തരം കടുമാങ്ങ. ഉച്ചയ്ക്ക് ഞാൻ തന്നെ വെച്ച ചെറുപയർ പുഴുക്ക് ഒന്ന് ചൂടാക്കുകകൂടി ചെയ്തു. ഡിന്നർ റെഡി. ഉറങ്ങാൻ കിടന്നപ്പോൾ മനസ്സിൽ ഒരലട്ടലുമില്ലായിരുന്നു. അതുകൊണ്ട് സുഖനിദ്ര. ചത്ത പോലെ ഉറങ്ങി എന്നൊക്കെ പറയാറില്ലേ, അതുതന്നെ. പുലർച്ചെ പതിവ് പോലെ നേരത്തെ തന്നെ എഴുന്നേറ്റു. പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിർവഹിച്ചതിനു ശേഷം നടക്കാൻ പോയി. എന്ന പോലെ ഇടവഴികളിലൂടെ തന്നെയാണ് നടന്നത്. മണ്ണും പൊടിയും ചെളിയും ഒക്കെ ചവിട്ടി മാറ്റി ഏതോ ഒരു അത്യാവശ്യ കാര്യം നിർവഹിക്കുന്ന സന്തോഷത്തോടെ ധൃതിയിൽ. സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുൻപായി ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഞാൻ കണ്ടു, അദ്ദേഹം ബംഗ്ലാവിൻ്റെ ഗേറ്റിനരികിൽ നിൽക്കുന്നു. ഞാൻ നേരെ നോക്കി. അദ്ദേഹം പരിചയം ഭാവിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് സത്യത്തിൽ അപ്പോൾ എന്തെന്നില്ലാത്ത അമ്പരപ്പാണ് ഉണ്ടായത്. അദ്ദേഹം പഴയ ആളേ ആയിരുന്നില്ല. പഴയ ആളുടെ ഒരു നിഴൽ മാത്രമായിരുന്നു. കണ്ണുകൾ കുഴിയിലേക്ക് പോയി വിളറി, ഒരു പ്രേതത്തെ പോലെ. ഒരിക്കലും അങ്ങനെ
ഉള്ള ഒരാളായിരുന്നില്ലല്ലോ ഈ ബംഗ്ലാവ് കിട്ടുമ്പോഴും ഈ അടുത്ത കാലം വരെയും. എന്തുമാത്രം ഊർജ്ജസ്വലനായിരുന്നു. അങ്ങനെയുള്ള ആളാണ് ഇപ്പോൾ പെട്ടെന്ന് സൗകര്യത്തോടെ ബംഗ്ലാവിൽ ചെന്ന് അദ്ദേഹവുമായി സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. ആരുമായും അടുത്തിടപഴകുന്ന ആളല്ല എന്നത് ശരി തന്നെ, എന്നാലും എന്നോട് അങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്തോ എന്നോടൊരു മമതയുണ്ട്, ഒരു ഇഷ്ടമുണ്ട് എന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ വിശ്വാസത്തിൻ്റെ ബലത്തിന്മേലാണല്ലോ ചുരുക്കം ചില സന്ദർഭങ്ങളിലെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടമാകില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ചില കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ളതും. ഉദാഹരണത്തിന്, അദ്ദേഹത്തിൻ്റെ പറമ്പിലെ കൂറ്റൻ മരങ്ങൾ മുഴുവൻ അദ്ദേഹം മുറിച്ചു നീക്കിയപ്പോൾ ആദ്യം മരങ്ങൾ മുറിച്ചത് ബംഗ്ലാവ് വയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇത് ആവശ്യം തന്നെ. പിന്നീട് ബംഗ്ലാവിൻ്റെ മുൻപിലെ മരങ്ങൾ ഒഴിഞ്ഞ സ്ഥലം മുഴുവൻ അദ്ദേഹം ഇൻ്റർലോക്കിംഗ് ടൈലുകൾ പതിച്ചു. എവിടെ നോക്കിയാലും ഒരു തരി മണ്ണ് പോലും കാണാൻ കഴിയില്ല. പല നിറങ്ങളിലുള്ള ടൈൽസ് മാത്രം. ഏറെ കാശ് ചെലവായിട്ടുണ്ടാകുമെന്ന് തീർച്ച. പക്ഷേ അധികം വൈകാതെ തന്നെ അദ്ദേഹം ഈ ടൈൽസൊക്കെ കിളച്ചു മാറ്റി അവിടെ മുഴുവൻ വെളുത്ത വില കൂടിയ മാർബിൾ വിരിച്ചു. കണ്ടവരൊക്കെ അന്തം വിട്ടു നിന്നുവെങ്കിലും അദ്ദേഹത്തിന് പൂർണ്ണ തൃപ്തിയായിരുന്നു. ഇവിടെ വീട്ടിൽ വരുന്നവർക്കൊന്നും മണ്ണിലോ അല്ലെങ്കിൽ ടൈൽസിലോ ചവിട്ടി കാലുകൾ വൃത്തികേടാകത്തില്ലല്ലോ. ബംഗ്ലാവിൻ്റെ പിറകിലെ കൂറ്റൻ മരങ്ങളും അധികകാലം അവിടെ നിന്നില്ല. ഇത് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞു പോയത്, മുഷിയരുത്, പറയുന്നത് തെറ്റാണെങ്കിൽ മാപ്പാക്കണം. നിങ്ങൾ ലോകം കണ്ട ആളാണ്, വിവരമുള്ള ആളുമാണ്. അദ്ദേഹം ചോദിച്ചു, എന്തേ? ഞാൻ പറഞ്ഞു, ഈ മരങ്ങൾ അതവിടെ നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ എന്നെ പൂർത്തിയാക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല. വേണ്ട, എനിക്കെപ്പോഴും നല്ല കാറ്റും വെളിച്ചവും വേണം, വൃത്തിയും. ഈ മരങ്ങളൊക്കെ ഇവിടെ സ്ഥലമാകെ ഇരുട്ടും പരത്തി. വേണ്ട. പിന്നീട് ഞാനൊന്നും പറയാൻ പോയില്ല. ഈ പാഠത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.